എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബ് കൂടെയുണ്ടടോ, അല്ലാഹ് കൂടെയുണ്ടടോ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇന്നത്തെ കാലഘട്ടവുമായി നിങ്ങൾ വായിച്ചു നോക്ക്. പടച്ചവനെ, രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളും പലരും ഇങ്ങനെ പിടിക്കുമ്പോ പലർക്കും പേടിയാടോ, പലർക്കും ഭയമാടോ. എന്തിനാടോ നീ ഭയപ്പെടുന്നത്? നിന്റെ ഈമാൻ അളക്കുന്ന പരീക്ഷ നടക്കുകയാണ്, നിന്റെ ഈമാൻ അളക്കാനുള്ള ടെസ്റ്റ് നടക്കുകയാണ്. നീ ഭയപ്പെടരുത്. ആരൊക്കെ കയ്യിൽ, ആരുടെയൊക്കെ കയ്യിൽ അധികാരം കിട്ടിയാൽ നീ എന്തിനാ ഭയപ്പെടുന്നത്? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽകി തുഉതുൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ. എന്റെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്. അല്ലാഹ് പറയുകയാണ്, അധികാരം എന്റെ കയ്യിലാണ്, ഞാനാണ് അധികാരം കൊടുക്കുന്നത്. ഒന്നുകിൽ ആ അധികാരം കൊണ്ട് അവന് ഇസ്സത്തുണ്ടാകും, അല്ലെങ്കിൽ അവന് ദില്ലത്തുണ്ടാകും. അതുകൊണ്ട് മനുഷ്യ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്? അതുകൊണ്ട് മുസ്ലിമേ ചിന്തിക്കടോ, മുസ്ലിമേ ചിന്തിക്കടോ. ബദറിൽ ആയിരക്കണക്കിന് വരുന്ന ശത്രുക്കള് ആയുധവും പിടിച്ചുകൊണ്ട്, അവർക്ക് ആയുധമുണ്ടായിരുന്നു, ആൾബലമുണ്ടായിരുന്നു. അതാ ബദറിൽ പോകുന്നതിന്റെ തലേ രാത്രിയും ഗാനമേള നടത്തി. ഒട്ടകത്തെ അറുത്തു ചുട്ട് തിന്നെ കള്ളു കുടിച്ചിട്ടാ പോയത്. 313 സ്വഹാബത്ത് ഒട്ടിയ വയറും ഊര്യതാ ഒടിഞ്ഞ വാളും തുരുമ്പിച്ച പരിചയം ഒന്നുമില്ലായിരുന്നടോ. 1000ഓളം വരുന്ന സൈന്യത്തിന്റെ മുമ്പിലേക്ക് 313 സ്വഹാബത്ത് ഇറങ്ങി പോകുമ്പോ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയേ, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലൊന്നുമില്ല നബിയേ. വാളില്ല, പരിചയില്ല, കുന്തമില്ല. യുദ്ധത്തിന് പോവുകയാണ്. താഴെ കിടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പോകാറ്. അത് മതിയായിരുന്നടോ, അത് മതിയായിരുന്നടോ. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടവുമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് കേൾക്കുന്നവരാ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് അപ്രകത്തം എന്ന് പറയുന്ന ഭരണാധികാരി അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം തകർക്കാറ് ആനയെന്ന് പറയുന്ന വലിയ ജീവിയുമായിട്ട് മക്കത്ത് കടന്നു വന്ന ചരിത്രം പറയുകയാ. അല്ലാഹുവേ, തകർത്തത് കുരുവി എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കിളിയെ കൊണ്ടാ. ഇതൊക്കെ വെറുതെ പറഞ്ഞിരിക്കുന്നതല്ല, ഇത് വെറുതെ കഥയല്ലടോ. ചിന്തിക്കുന്നവന് ദൃഷ്ടാന്തമുണ്ടടോ. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങ്, അല്ലാഹുവിലേക്ക് മടങ്ങ്, പടച്ചവനിലേക്ക് ദുആ ചെയ്യ്.